പ്രതിപക്ഷ സഖ്യത്തിന്റെ നേതാക്കൾ ഇന്ന് യോഗം ചേരും. ഓൺലൈനായാണ് യോഗം ചേരുക. മുന്നണി കൺവീനറുടെ കാര്യത്തിൽ യോഗത്തിൽ ചർച്ച നടക്കും. നാളെ ആരംഭിക്കുന്ന രാഹുലിന്റെ ഭാരത് ചോഡോ ന്യായ് യാത്രയും യോഗത്തിൽ ചർച്ചയാവും. വിവരങ്ങളുമായി വീണ്ടും നന്ദഗോപൻ തന്നെ ചേരുന്നു. നന്ദൻ, എന്താണ് വിശദാംശങ്ങൾ? ഇന്ന് 11 മണിയോടെ ഓൺലൈനായിട്ടാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ യോഗം ചേരുക എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി, അതേപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ നിതീഷ് കുമാർ, അതേപോലെ തന്നെ മറ്റ് മമതാ ബാനർജി അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നും അറിയാൻ കഴിയുന്നു. ഇതിൻ്റെ പ്രധാന അജണ്ട ഈ മുന്നണിക്കൊരു കൺവീനറെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നേരത്തെ പലതവണ യോഗം കൂടി ഇതിനു വേണ്ടിയുള്ള ശ്രമം നടന്നതാണ്. എന്നാൽ അഭിപ്രായ ഭിന്നത തന്നെയാണ് പ്രധാന കാരണം. ഇപ്പോഴും ആ ഒരു മുന്നണിക്ക് ഒരു കൺവീനർ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ താൻ കൺവീനറാകാമെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് മമതാ ബാനർജി അതിനെ ആ ചിത്രം വെട്ടുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെ മുന്നണിയിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുകയാണ്. ആരാണ് നേതൃസ്ഥാനത്തേക്ക് വരുന്നത്, ആരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നത്, ഇത്തരം മുന്നണിയിൽ ഇങ്ങനെ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ വിർച്വലായിട്ട് ഇത്തരമൊരു യോഗം കൂടുന്നത്. കൂടാതെ നാളെ രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത് ജോഡോ യാത്ര മണിപ്പൂരിൽ നിന്നും ആരംഭിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ മുന്നണിയിലുള്ള കക്ഷികളെ കൂടി പങ്കെടുപ്പിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ പല കക്ഷികളും അതിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയും തങ്ങൾ നിന്നുകൊടുക്കണ്ട എന്നുള്ള ഒരു നിലപാടാണ് പ്രധാനമായും നിതീഷ് കുമാറിനും മമതാ ബാനർജി അടക്കമുള്ള നേതാക്കൾക്കുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കൂടിയാണ് ഇന്നിപ്പോൾ വിർച്വലായിട്ട് ഇത്തരത്തിൽ INDA മുന്നണിയുടെ ഒരു യോഗം ചേരുന്നത്. വിനീഷ്, ഈ ഓൺലൈനായി യോഗം ചേരുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആരായിരിക്കും കൺവീനറായി വരിക എന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒരു തർക്കം ഈ INDA മുന്നണിക്കുള്ളിൽ നിലനിൽക്കുമ്പോൾ. ഇത്തവണയും ആ ഒരു വിഷയത്തിൽ, അതായത് മുന്നണിക്കൊരു കൺവീനറെ തിരഞ്ഞെടുക്കുക എന്നൊരു വിഷയത്തിൽ ഇപ്പോഴും ഇല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ യോഗത്തിലും ഒരു സമവായം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഓരോ നേതാക്കൾ അവർ ഇങ്ങനെ മുന്നിൽ നിന്നുകൊണ്ട് ഈ മുന്നണിയെ നയിക്കണമെന്നുള്ള ആശയം ഇതിനോടകം തന്നെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. മമതാ ബാനർജി ആണെങ്കിലും നിതീഷ് കുമാർ ആണെങ്കിലും ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. മുന്നണിയിൽ ഇവർ തമ്മിലുള്ള പ്രധാന തർക്കം വലിയ തലവേദനയാണ് മുന്നണിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും നിതീഷ് കുമാർ തനിക്ക് ഈ കൺവീനർ സ്ഥാനാർത്ഥിയാകണം, അതുവഴി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്നുള്ള ആശയത്തിൽ ഉറച്ച്, അല്ലെങ്കിൽ ആ ആഗ്രഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് മുന്നണി സംവിധാനവുമായി ഇപ്പോൾ മുന്നോട്ട് സഹകരിച്ചു പോകുന്നത്. അതേസമയം തന്നെ മമതാ ബാനർജിയും സമാനമായ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൺവീനർ സ്ഥാനം തനിക്ക് ഏറ്റെടുക്കണം, മാത്രമല്ല വരുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്നുള്ള ആശയം തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയും ഇതിനോടകം തന്നെ ഈ മുന്നണി നേതൃത്വത്തിന് മുന്നിൽ വെച്ചു.